ഭൗതികവും ആത്മീയവുമായ നന്മകൾ നൽകി ഞങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധരാണ്. ഈ കുടുംബ സമൂഹത്തിൽ ഭാഗമാകുവാനും ദൈവം കുടുംബ ജീവിതത്തിൽ നൽകപ്പെട്ടതായ നന്മകളെ ഓർത്ത് സ്തോത്ര കാഴ്ചകൾ അർപ്പിച്ച് പ്രാർത്ഥിപ്പാനും കർത്താവിനോടുകൂടെ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഭാഗമാകുവാനും ഭാഗ്യമേറിയ അനുഭവം നൽകപ്പെട്ടതിനായി സ്തോത്രം. ദൈവപിതാവേ, അടിയങ്ങൾ അഭ്യർത്ഥിക്കുന്നതിന് സമർപ്പിച്ച ഈ കാണികളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബമായി ഇത് അർപ്പിപ്പാനായി ദൈവം അനുവദിച്ച പ്രകാരം ഞങ്ങളെ അർപ്പിച്ച കാണികളെ സ്വീകരിക്കുന്നതിനോടൊപ്പം ഞങ്ങളെയും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. നിങ്ങൾ താരങ്ങളിലേക്ക് കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും ദൈവകൃപയിൽ കാവൽസേവനം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ കുടുംബമായി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അവിടെ അവസരം നൽകിയത് അത്തരസമയത്ത് പ്രേക്ഷകപ്പെടുത്തുന്ന ഞങ്ങളെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷം കൊണ്ട് നിലനിർത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷം കൂടെയിരിക്കണമേ. പ്രാർത്ഥനകൾക്ക് സ്വീകരിക്കണമേ. കീർത്തന പുസ്തകത്തിലെ 257 കീർത്തനം, പുതിയ പുസ്തകം 418 കീർത്തനം, 287 പുതിയ പുസ്തകം 418.
കേന്ദ്രീയമായിട്ടുള്ള സമയത്തിലേക്ക് വായിച്ചു കേൾക്കുവാണ് വായിച്ചു കേൾക്കാം. പഴയ നിയമഭാഗം യോശുവ പ്രവാചകന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യോശുവ 24-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെ. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണവും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവരെ പാർത്തു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടുകൂടി സേവിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും ഇസ്രായേലിൽ വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യും. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നദിക്കക്കരയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമ്മോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഞാനും എന്റെ കുടുംബമോ നിങ്ങൾ യഹോവയെ സേവിക്കും. ലേഖനം 5-ാമത്തെ അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 5-ാമത്തെ അധ്യായം 22 മുതൽ 33 വരെ. മോശയുടെ ന്യായപ്രമാണം അവരുടെ ശുദ്ധീകരണ കാലത്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞുകാലങ്ങളെയും കർത്താവിന്റെ വിശുദ്ധം ആയിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ അവനെ കർത്താവിനെ അർപ്പിപ്പാന് ഒരു ഇടം കുറുപ്പാവിനെയോ രണ്ട് പ്രാണികളെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാന് അവൻ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. യെരൂശലേമിൽ ശിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവരുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രൈസ്തവരെ കാണുന്നവരുടെ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അർപ്പണമുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ
അവനെ കയ്യിൽ നീട്ടി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാം തിരുവചനം പോലെ നീ അങ്ങനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞത് അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമയോൻ അവനെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയുടെ അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവിടെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിന് മറുപടി പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കിടക്കും എന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകനായ ഹന്ന എന്നൊരു പ്രവാചകനായിരുന്നു. അവൻ കന്യാകാലത്ത് പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും അവളെ വയസ്സ് ചെന്നവളുമായി ദൈവ അവനെ വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകും. ആ നാഴികയിൽ അവള് അടുത്തു നിന്നും ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രയത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ പേരിൽ ഉണ്ടായിരുന്നു. സുവിശേഷം വായിച്ചു കഴിഞ്ഞു.
നമുക്കും പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രാർത്ഥനയോടുകൂടെയായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിക്കുന്നു. പ്രിയമുള്ളവരെ, ആദാം പാപത്തിൽ വീണത് മുതൽ സകല മനുഷ്യരും പാപത്തിൽ ഉത്പാദിക്കുന്നു, ജനിക്കുന്നു, അവരെ ദൈവകോപത്തിന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ടില്ല എങ്കിൽ നാം എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു. അത് ദൈവവചനത്താൽ നാം ദിനത്തോറും അറിയുന്നു. അങ്ങനെ ഈ ശിശുവും പ്രകൃത്യാ പാപത്തിനും ദൈവകോപത്തിനും വിരോധമായിരിക്കുന്നു. എന്നാൽ ഹൃദയം കരുണയും നിറഞ്ഞ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ വാഗ്ദത്തം ചെയ്യുകയും അയക്കുകയും ചെയ്തു. അവൻ സർവ്വലോകത്തിന്റെ പാപത്തെ ചുമന്ന് കേൾക്കും. തന്നിമിത്തം മറ്റുള്ളവരെ പോലെ ചെറിയ ശിശുക്കളെയും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യരക്ഷയിൽ നിന്നും വിജയത്തുകയും മാത്രമല്ല ശിശുക്കളെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവൻ ആജ്ഞാപിക്കുകയും അവരെ ദൈവത്തോടുകൂടെ കൈക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആയതുകൊണ്ട് ക്രിസ്തീയ സ്നേഹത്താൽ ഈ ശിശുവിന് വേണ്ടി നിങ്ങൾ ദൈവത്തോടുകൂടെ മധ്യസ്ഥത ചെയ്യേണ്ടവരാണ്. ഈ ശിശുവിനെ ക്രിസ്തുവിന്റെ അടുക്കൽ ദിനത്തോറും കൊണ്ടുവരണം. പാപമോചനവും ക്രിസ്തു യേശുവിനുള്ള കൃപയും രക്ഷയും ലഭിക്കുന്നതിന് ഈ ശിശുവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത്തരം സ്നേഹപ്രവർത്തികൾ നമ്മുടെ നാമത്തിൽ പ്രസാദിക്കുന്നു. അവ നമ്മുടെ പ്രാർത്ഥനകൾ നിശ്ചയമായി കേൾക്കുക തന്നെ ചെയ്യും എന്നത് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. മത്തായിയുടെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു: നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ട്, കൂടാതെ മർക്കോസിന്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ ഇപ്രകാരം വാഗ്ദത്തം ചെയ്യുന്നു: വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവന്റെ പരിശുദ്ധ അപ്പോസ്തലന്മാരും വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ എന്നും സ്നാനം നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. നിങ്ങൾ അവന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് ഈ ശിശുവിനെ അവന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ ഇവിടെ കൊണ്ടുവരുന്നത് യോഗ്യവും ന്യായവും ആണ്. ദൈവവചനം മാതാപിതാക്കളോട് ഉപദേശിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ശിശുവിനെ ദൈവത്തിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ പോകുന്നു. നമ്മുടെ ക്രിസ്തീയ സഭ ത്രിയേക ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ ഈ പ്രവൃത്തി മുഖാന്തരം നിങ്ങൾ ഏറ്റുപറയും. കൂടാതെ മുഖാന്തരത്താൽ ഈ ശിശു ഏക സത്യ ദൈവത്തിലുള്ള രക്ഷാകരമായ വിശ്വാസം പ്രാപിക്കുകയും പിശാചിനെയും അവരുടെ ദുഷ്പ്രവൃത്തികളെയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ഈ ശിശുവിന്റെ നാമത്തിൽ നിങ്ങൾ പരസ്യമായി സാക്ഷീകരിക്കുകയും വേണം. മാത്രമല്ല, സ്നാനപ്പെട്ട ശേഷം എല്ലാ കാലത്തും ഈ ശിശുവിനെ വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും സ്നാനത്തെ പറ്റി സദാ കുഞ്ഞിനെ ഓർമ്മപ്പെടുത്തുകയും വേണം. അതിനു പുറമെ ശരിയായ ദൈവിക പരിജ്ഞാനത്തിന് ഭയഭക്തിയിലും വളരുന്നതിന് തിരുസ്നാന ഉടമ്പടി അവസാനം വരെ കാത്തുകൊള്ളുന്നതിന് വേണ്ട ആലോചനകൾ പറഞ്ഞു കൊടുക്കുകയും വേണ്ടുന്ന സഹായ സംഘടനകൾ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ശിശു ലോക സഭയുടെ ഉപദേശത്തിലുള്ളത് തിരുസ്നാന ഉടമ്പടി അവസാനം വരെ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുന്നതിന് സാധ്യമായ സഹായ സംഘടനകൾ നിരന്തോറും ചെയ്തു കൊടുക്കണം. പരിശുദ്ധ കൽപ്പനകൾ, ക്രിസ്തീയ വിശ്വാസ പ്രമാണം, കർത്താവിന്റെ പ്രാർത്ഥന ഇവ പഠിപ്പിക്കണം. വളർന്നു വരുമ്പോൾ സ്വന്തം ഉപയോഗത്തിന് വേദപുസ്തകം കൊടുക്കണം. ദൈവാലയത്തിൽ കൊണ്ടുവരണം. ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ച് കൂടുതൽ ഉപദേശം നൽകണം. തിരുസ്നാന ഉടമ്പടിയിലും സഭയുമായുള്ള സമ്പർക്കത്തിലും നിലനിന്ന് യേശുക്രിസ്തുവിന്റെ നാളോളം ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് ഈ കുഞ്ഞിനെ പോറ്റി പുലർത്തണം. ആയതിലേക്ക് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും മാതാപിതാക്കൾ എന്നതിൽ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
ഇതൊക്കെയും നിങ്ങൾ സന്തോഷത്തോടും മനസ്സോടും കൂടെ ചെയ്യുമോ? അങ്ങനെയെങ്കിൽ അത് ദൈവസഹായത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്ന് പറയുക. നിങ്ങൾ ഈ സ്നേഹപ്രവൃത്തി ആഗ്രഹിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അസാധ്യമായതിനെ ദൈവം തന്റെ കൃപയാൽ സാധ്യമാക്കി തീർക്കട്ടെ. ആമേൻ. ക്രൂശിൽ മരിച്ച ക്രിസ്തു നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നതിന്റെ ലക്ഷ്യമായി വിശുദ്ധ കുരിശിന്റെ അടയാളം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ നെറ്റിയിലും നിന്റെ മാർവിലും ധരിക്കുക. ആമേൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം കേൾപ്പിൻ. അവൻ തൊഴേണ്ടതിന് ചില ശിശുക്കളെ അവരുടെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരും അവരെ ശാസിച്ചു. യേശു അത് കണ്ടാതെ ഘോഷിച്ച് അവരോട്, ശിശുക്കളെ അടുക്കൽ വരുവാൻ വിടരുത്, അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടെ അല്ലയോ? ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. പിന്നെ യേശു അവരെ അടച്ചു, അവരെ അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. പ്രിയ വിശ്വാസികളെ, ഈ കുഞ്ഞിന്റെ സ്നാനത്തിന് വേണ്ടിയും അനുഗ്രഹീതമായ ജീവിതത്തിന് വേണ്ടിയും ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ക്രൂശ് വരച്ചു ഈ കുഞ്ഞിനെ ക്രൂശിന്റെ ചുവട്ടിൽ കിടക്കുവാനും അനുവദിച്ചതിനായി സ്തോത്രം. വെള്ളത്താലും വചനത്താലും നൽകപ്പെടുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് ഈ കുഞ്ഞിനെ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപാനുഗ്രഹം, കർത്താവിന്റെ ആശീർവാദം ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ ലഭ്യമാക്കണമേ. വചനത്തോടൊപ്പം ചേരപ്പെടുന്ന ആ വെള്ളം കുഞ്ഞിന്റെ നെറുകയിലേക്ക് വീഴുമ്പോൾ അത് കുഞ്ഞിനെ ഉണർവിന്റെയും ജീവിതത്തിന്റെയും ജീവന്റെയും വെളിച്ചത്തിന്റെയും അനുഭവമാക്കി കർത്താവ് തന്നെ പകരണമെന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബം, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭ, വിശ്വാസികളൊക്കെയും അവരുടെ സ്വീകരിക്കണമേ. അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം നൽകണം. ക്രിസ്തുവിനാൽ യാചന കേൾക്കുന്ന പിതാവേ, ആമേൻ. സൗകര്യത്തോടെ തന്നെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. പ്രിയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. ദൈവത്തിന്റെ കൃപ നിന്നോടും നിന്റെ ജീവിതത്തോടും എപ്പോഴും കൂടെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ ഈ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നത്. അമ്മയുടെ ഉദരത്തിരിക്കുമ്പോൾ ഞങ്ങളെ പുറത്തുള്ളി വിളിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നന്ദിയോടെ ഞങ്ങളെ സ്മരിക്കുന്നു. ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ വേണ്ടി ഒരു തടുക്കരുത്. ഇങ്ങനെയുള്ളതാകുന്നു സ്വർഗ്ഗരാജ്യമെന്ന് പ്രഖ്യാപിച്ച കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ പ്രമാണമനുസരിച്ച്, അങ്ങയുടെ അന്ത്യകൽപ്പന അനുസരിച്ച് ഈ പൈതലിനെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ
ജ്ഞാനം പഠിപ്പിക്കുവാൻ സഭയെ അനുഗ്രഹിച്ച് പ്രഖ്യാപിക്കാൻ സ്തോത്രം ചെയ്യും. തങ്ങളുടെ ദൈവമേ സമർപ്പിച്ച മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യും. പൈതലിനെയും മാതാപിതാക്കളെയും കുടുംബത്തെയും സഭയെയും സമർത്ഥമായി അനുഗ്രഹിക്കണം. ഇന്ന് ദൈവനാമത്തിൽ സഭയുടെ മുമ്പാകെ ജ്ഞാന മാതാപിതാക്കൾ സ്വീകരിച്ച എല്ലാ ഉടമ്പടികൾക്കുമായും സ്തോത്രം ചെയ്യും. എല്ലാ പ്രതിജ്ഞകൾക്കും സമർപ്പണത്തിനുമായും സ്തോത്രം ചെയ്യും. ഈ പൈതലിനെ പദ്യോപദേശത്തിൽ ബാലശിക്ഷയിൽ അങ്ങയെക്കുറിച്ചുള്ള അറിവിൽ സൺഡേ സ്കൂൾ പഠനങ്ങളിൽ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായിട്ടുള്ള കുടുംബമായിട്ടുള്ള വിശ്വാസ സമൂഹമായിട്ടുള്ള ആരാധനയിൽ വഴി നടത്താമെന്ന ഇവർ എടുത്ത തീരുമാനങ്ങൾക്കായി എല്ലാ പ്രതിജ്ഞകൾക്കുമായി സ്തോത്രം ചെയ്യും. അതിനെ പാലിക്കുവാനുള്ള കൃപകൊണ്ട് നൽകണം. വാഗ്ദത്തത്തോടുകൂടിയ വചനം ക്രിയ ചെയ്തതിനായി സ്തോത്രം ചെയ്യും. എല്ലാവരെയും അന്ന് അനുഗ്രഹിക്കണം. വിശേഷിച്ച് പൈതലിനെ സമർപ്പിക്കും. അന്ന് തന്നെ വഴി നടത്തണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ ബാലരക്ഷകളും അനുഗ്രഹിച്ച് സമ്പൂർണ്ണാരോഗ്യത്തോടുകൂടെ ജ്ഞാനത്തിൽ അങ്ങയെക്കുറിച്ചുള്ള അറിവിൽ എല്ലാ സമഗ്രമായിട്ടുള്ള നന്മകളിലൂടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെയും അന്ന് ബലപ്പെടുത്തണമേ. വേണ്ടുന്ന എല്ലാ നന്മകളെ കൊണ്ട് അന്ന് നിറയ്ക്കണം. സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. പല കൂട്ടായ്മകൾക്കായി തുറന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. സർവമാനവും സ്വീകരിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും പൈതലിനോട്, മാതാപിതാക്കളോട്, സഭയോട്, ദേശത്തോട്, വിശ്വാസ പ്രയാണത്തോട് സദാ സമീപിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹമായ സാമൂഹ്യ
പ്രത്യേകമായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ കർത്താവേ, ഈ സഭയെ അത്ഭുതവും അതിശയകരമായി വഴിനടത്തുന്നതിന്റെ സമർപ്പണ പ്രതീകമായി സദാദിനമായിട്ടും ആഘോഷിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, സഭ പുനഃപ്രതിഷ്ഠ ദിനങ്ങളായിട്ടും അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ, പരിശുദ്ധനായ ദൈവമേ, അന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള കൃപകളെ അന്ന് പകരണമേ. അതിനുള്ള മനസ്സിൽ നമ്മുടെ ആത്മാവിനെ കൊണ്ട് അന്ന് തന്നെ ഞങ്ങളെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണം. പരിമിതിയുള്ള അടിയനെയും അതിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. സഭയെയും ദേശത്തെയും അങ്ങ് അനുഗ്രഹിക്കണം. സർവമാനബോധം തന്നെ സ്വീകരിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ അനുഗ്രഹീതമായ കുടുംബനായകന്മാർ അധ്യക്ഷം വഹിക്കുന്ന ഈ സഭയുടെ പുരോഹിതൻ, ഈ സഭയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, പ്രവർത്തക സംഘങ്ങളുടെ ഭാരവാഹികൾ, ഗായക സംഘം, എല്ലാ ദൈവജനത്തിനും ഈ ആലയത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും പങ്കാളികളാകുന്ന എല്ലാ ദേശനിവാസികൾക്കും പ്രധാനനാമത്തിലുള്ള വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഒരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഉത്തരം പറയണം. ചിലപ്പോൾ അത്തരം കൊണ്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ടും സുഖങ്ങളുകൊണ്ടും ഉത്തരം പറയണം. സുഖമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സുഖമാണോ? വീട്ടിൽ ചോദിക്കുന്നത് സുഖമാണോ? ഓക്കെ. ഇവിടെയും സുഖമാണോ നമ്മൾ ചോദിക്കുന്നത്? എൻ്റെ സ്വന്തം കന്യാകുമാരി ജില്ലയാണ്. കന്യാകുമാരി ജില്ലയിൽ സൗഖ്യമാണെന്നാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കട്ടെ, സുഖമാണോ എന്നുള്ളത്. നിങ്ങളോട് തന്നെ വീണ്ടും ചോദ്യം, സന്തോഷമാണോ? സന്തോഷമാണോ? അതെ. സന്തോഷത്തോട് ഒന്നുകൂടെ ഉള്ളതിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ആരോട് ഞാൻ ഹല്ലേലൂയ പറയാനോ കൈകൾ ഉയർത്താനോ ഒന്നും പറയുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് സ്തുതികളോടുകൂടെ അറിയിക്കുവാനുള്ള അവസരമാണ്. പ്രാരംഭമായിട്ട് തന്നെ ഈ സഭയുടെ സഭാദിനത്തിനും കുടുംബനായകനും സഭാദിന പ്രതിഷ്ഠ ദിനത്തിനുമൊക്കെയുള്ള എല്ലാ ആശംസകളെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനായിരിക്കുന്ന ഒരു കുറച്ച് സഭാപ്രസ്ഥാനം വൈദ്യുതി മിഷൻ സഭയുടെയും പേരിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനകളിലൂടെ ആശംസിക്കുന്നു. നമ്മളെ ഒരുമിച്ച് പഠിക്കുവാനും ധ്യാനിക്കുവാനൊക്കെ നമുക്ക് മനസ്സുകളെ ദൈവജനങ്ങൾക്ക് കൊടുക്കാം. അതിന് ഇന്ന് എന്താണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? നമ്മളിന്ന് കൂടുതൽ കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? നമ്മളെല്ലാവരും ഒരു ദൈവിക കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. ദൈവിക കുടുംബത്തിൻ്റെ അംഗങ്ങളോടൊപ്പം ദൈവം നമുക്ക് ഇഹലോകത്തിൽ ഭൗതികമായിട്ട് കുടുംബം എന്നുള്ള ആ സ്ഥാപനത്തിൽ, ആ വലിയ രാജ്യത്തിൽ നന്നായിരിക്കുവാനായിട്ടുള്ള എല്ലാ മുഖാന്തരങ്ങളെയും നൽകിയിട്ടുണ്ട്. ദൈവം നമുക്ക് പേരൻസിനെ നൽകിയിട്ടുണ്ട്, ഗ്രാൻഡ് പേരൻസിനെ നൽകിയിട്ടുണ്ട്, ചിലർക്ക് ചെറുമക്കളെ നൽകിയിട്ടുണ്ട്, മക്കളെ നൽകിയിട്ടുണ്ട്. അങ്ങനെ തലമുറ തലമുറയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ആരാണ്? തലമുറ തലമുറയായി അനുഗ്രഹിക്കുന്ന അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ആ സ്തുതിക്കുമ്പോൾ തന്നെ കുടുംബത്തെ കുറിച്ച് വളരെ ആഴമേറിയ ദൈവശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ മാർട്ടിൻ ലൂതർ ഉൾപ്പെടെ നിരവധി ദൈവശാസ്ത്രജ്ഞന്മാർ, സഭാപിതാക്കന്മാർ കുടുംബത്തെ കുറിച്ച് ദീർഘതലത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അറിയാവുന്നതിനെ തന്നെ ഒന്ന് ചുരുക്കമായിട്ട് ലളിതമായിട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഒന്നാമത്, കുടുംബം എന്നുള്ളത്, പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബം എന്നുള്ളത്, അത് നന്മയുടെ ഒരു മാതൃകയാണ്. എന്തിന്റെ മാതൃകയാണ്? ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്താണ്? കൊച്ചു കൂട്ടുകാരൻ നിങ്ങളുടെ ഭംഗിയുള്ള നിങ്ങളുടെ അതിരക്കെല്ലാം തുറക്കണം. സംസ്ഥാനത്തിലെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. അത്
കൊച്ചു കൂട്ടുകാരോട് മാത്രമല്ല മുതിർന്ന പിതാക്കന്മാരോടും അമ്മമാരോടും എല്ലാവരോടും ചോദിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഉത്തരം പറയണം. കുടുംബം എന്നുള്ളത് എന്താണ്? അത് വലിയ ഒരു നന്മയുടെ മാതൃകയാണ്. ദൈവം ഉൽപ്പത്തിയിൽ ഈ സൃഷ്ടിയുടെ ചരിത്രത്തെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ അത് നമുക്ക് എഴുതരുമ്പോൾ ആദ്യ കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ, ആദ്യ മാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് കുടുംബമായിട്ട് ആക്കിയപ്പോൾ അവിടെ എല്ലാം ദൈവം അവർ കൊടുത്ത എല്ലാ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ വിഭവങ്ങളെല്ലാം കണ്ടിട്ട് ദൈവം നല്ലതെന്ന് കണ്ടു. ആ ചരിത്രം നമുക്കറിയാം. ഉൽപ്പത്തിയുടെ ചരിത്രം, പ്രപഞ്ചോൽപ്പത്തിയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഓരോ ദിവസത്തെയും സൃഷ്ടിയിൽ ദൈവം എന്താണ് പ്രഖ്യാപിച്ചത്. ഒന്നാം ദിവസം സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമ്മളെല്ലാവരും നിങ്ങളുടെ കാര്യങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഞാൻ പറയുന്ന ഓരോ വാക്യങ്ങളും അത് എല്ലാവരും ഒരുമിച്ച് വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവരും പരമാവധി ചേർന്ന് നമുക്ക് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. വെളിച്ചം ഉണ്ടായി, വെളിച്ചം നല്ലത് ദൈവം കണ്ടു. അത് ഒന്നാമത്തെ സൃഷ്ടിയായിട്ട് നമുക്കത് മനസ്സിലാക്കാം. രണ്ടാമത് 10-ാമത്തെ വാക്യം വായിക്കാമോ? 10-ാമത്തെ വാക്യത്തിൽ 10-ാമത്തെ വാക്യം 10-ാമത്തെ വാക്യം അതെ, സമുദ്രം എന്ന് പേരിട്ടു, നല്ലത് ദൈവം കണ്ടു എന്ന് നാം കാണും. 10-ാമത്തെ വാക്യം അങ്ങനെ സംഭവിച്ചു, ഭൂമിയിൽ നിന്നും പുല്ലും അതാത് വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു, നല്ലത് എന്ന് ദൈവം കണ്ടു. 18-ാമത്തെ വാക്യം ആകാശവിധാനത്തിൽ നിർത്തി നല്ലത് ദൈവം കണ്ടു. 21-ാമത്തെ വാക്യം ദൈവം വലിയ ദിവ്യങ്ങളെയും വെള്ളത്തിൽ പൂർണ്ണമായി ജനിച്ചു ചലിക്കുന്ന അതാത് ജലജന്തുക്കളെയും അതാത് പ്രപഞ്ചാദികളെയും സൃഷ്ടിച്ചു, നല്ലത് എന്ന് ദൈവം കണ്ടു. 25-ാമത്തെ വാക്യം ഇങ്ങനെ ദൈവം അതാത് കാടുകളെയും അതാത് കന്നുകാലികളെയും അതാത് ഭൂജന്തുക്കളെയും ഉണ്ടാക്കി, നല്ലത് എന്ന് ദൈവം കണ്ടു. ഇങ്ങനെ ദൈവം ഓരോ ദിവസവും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിലെ എല്ലാവരെയും വളരെ ഉദ്ദേശത്തോടുകൂടെ പർപ്പസായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ട് നല്ലതെന്ന് പ്രഖ്യാപിച്ചിട്ട് വീണ്ടും അവസാനമായിട്ട് ദൈവം ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചു. ഇവിടെ നാം വായിക്കുന്നു 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കും, ചേർന്ന് വായിക്കാമോ? ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിട്ട് ആദാമിനെയും ഹവ്വയെയും ദൈവത്തെയും അനുഗ്രഹിക്കുകയാണ്. ആദ്യ മാതാപിതാക്കളെ, ആദ്യത്തെ കുടുംബത്തെ അവരെ ദൈവം അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹത്തിന്റെ വാഗ്ദാനമാണ് തുടർന്നുള്ള വാക്യം നമ്മൾ കാണുന്നത്. അത് നമുക്ക് ചേർന്ന് വായിക്കാം. അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ ചേർന്ന് വായിക്കട്ടെ. സന്താനപുഷ്ടികളായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പടജാലത്തിന്മേലും സമുദ്രജലത്തിന്മേലും വാഴുവില്ലെന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിൽ നിന്ന് വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും പിതാക്കന്മാരോട് തന്നിരിക്കുന്നു. അവ നിങ്ങളുടെ ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചലിക്കുന്ന സകല ഭൂജന്തുക്കൾക്കും ആഹാരമായി ഭക്ഷ്യസസ്യം ഒക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ കുടുംബത്തെ സ്ഥാപിച്ച് ആദാമിനെ ഹവ്വയെയും ദൈവം യോജിപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് ഈ പ്രപഞ്ചത്തിന്മേൽ, പ്രപഞ്ചത്തിലെ എല്ലാ വിഭവങ്ങളിന്മേൽ എല്ലാ അധികാരങ്ങളെയും കൊടുത്ത് അവരെ അഭിഷേകം ചെയ്തിട്ട് അവർക്കെല്ലാം അവൈലബിൾ ആയിട്ട് ദൈവം കൊടുത്തിട്ട് വീണ്ടും ദൈവം ഈ ദിവസത്തിലും ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനത്തിൽ നമുക്കറിയാം അതുല്യതയുണ്ട്. എന്താണ്? 34-ാമത്തെ വാക്യത്തിൽ താൻ ഉണ്ടാക്കിയ എല്ലാ ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. എത്രയും നല്ലത് എന്ന് കണ്ടു. മറ്റുള്ള ദിവസങ്ങളെല്ലാം നല്ലത് 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 എന്ന് പ്രഖ്യാപിക്കുന്ന കർത്താവ് ഇപ്പോൾ ആദാമിനെയും ഹവ്വയെയും യോജിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രൊവിഷനും കൊടുത്തിട്ട് പറയുന്നു, വെറും നല്ലതല്ല, വിലയോ
എത്രയും നല്ലത് എന്ന്. അപ്പോൾ ദൈവം നിങ്ങളെ കുടുംബമായിട്ട് യോജിപ്പിച്ചതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. അത് തിന്മയ്ക്കല്ലോ, നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ദൈവത്തിന് കുറച്ച് നല്ലത് പുറത്തെടുക്കുവാൻ വേണ്ടിയാണ്. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്, ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളത്, എക്സലന്റ് ആയിട്ടുള്ളത് ഒന്ന് പുറത്തെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം വീണ്ടും നിങ്ങളെ ഏകശരീരമാകുന്ന നിങ്ങളെ വീണ്ടും ഒന്നുകൂടെ വേറൊരു ശരീരത്തെ കൂടെ യോജിപ്പിച്ചിട്ട് ഒരു ഒണ്ണസിലേക്ക് 1+1=2 പഠിപ്പിക്കുന്നത് അത് മാത്തമാറ്റിക്സിന്റെ ഒരു സത്യമാണെങ്കിലും ഇവിടെ മനുഷ്യൻ എന്താണ് ഏക ശരീരമായി തീരുമെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു. ഒന്നായി തീരുന്ന നന്മയുടെ ഒരു വലിയ അടയാളമാണ്. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ കുടുംബജീവിതത്തിന് വേണ്ടിയുള്ളതാണ്, നന്മയ്ക്ക് വേണ്ടിയുള്ളത്. അതും ഏറ്റവും മേൽത്തരമായ നന്മ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയുള്ള വളരെ ഗൗരവത്തോടുകൂടെ കാണുവാനുള്ളതാണ്. വളരെ സീരിയസ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട രീതിയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും കുടുംബജീവിതത്തിൽ ആരാ അധികം കുക്ക് ചെയ്യുന്നത്? കുടുംബത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ ആരാ കൂടുതൽ അടുക്കളയ്ക്കകത്ത് കൂടുതൽ കുക്ക് ചെയ്യുന്നത്? അമ്മമാരാണ് കൂടുതൽ കുക്ക് ചെയ്യുന്നത് അല്ലേ? സ്ത്രീകൾ. അതുകൊണ്ട് പുരുഷന്മാർക്ക് കുക്ക് ചെയ്യാൻ പാടുന്നുണ്ടോ? കുക്ക് ചെയ്യാൻ അവരുടെ കുക്ക് ചെയ്ത് പഠിച്ചോളണം. ചില സമയത്ത് അങ്ങോട്ട് കുക്ക് ചെയ്തൊക്കെ തുടരണം. അത് എളുപ്പമുള്ള കാര്യമില്ലെങ്കിലും ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന്റെ അസാധ്യമുണ്ടോ? ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടേതായ സങ്കുചിതമായിട്ടുള്ള പാരമ്പര്യത്തിന്റെ സാംസ്കാരികമായ അടയാളം വെച്ചിട്ടാണ് നമ്മളൊന്നും അടുക്കളയിലും കേരളത്തിലേക്ക് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ എന്നാലും നമുക്ക് പാചകമൊക്കെ അറിയാം അല്ലേ? ആവശ്യത്തിന് പാചകം വയ്ക്കപ്പെടുന്ന പുരുഷന്മാർക്കും കഞ്ഞിയും ഓംലേറ്റും കാര്യങ്ങളൊക്കെ ക്വിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ പാചകം ചെയ്യുകയാണ്, നന്നായിട്ട് ഒരുക്കത്തോടെ പാചകം ചെയ്യുന്നു. അത് ഒരു ദിവസം അതിലെന്തെങ്കിലും ഉപ്പ് കുറവെന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് വന്നില്ലെങ്കിൽ നന്നായിട്ട് ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ചോദിക്കുന്നു, ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് കുറവ് പോയി അല്ലെങ്കിൽ അതിൽ ചേരുവകൾ ചിലതൊക്കെ പ്രധാനപ്പെട്ട ഒന്നും നമ്മൾ അശ്രദ്ധ കൊണ്ട് ഇട്ടില്ല, നന്നായിരിക്കും. അപ്പോൾ ഒരു പാചകം ചെയ്തപ്പോൾ, ഒരു നേരത്തെ പാചകം ചെയ്തപ്പോൾ അത് ചെറുതായിട്ട് ചിലപ്പം ടേസ്റ്റ് കുറവ് വന്നു. ചെറുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ട് അകത്തോട്ട് പോകാൻ ഉള്ള ഒരു വിമുഖത നമുക്ക് അതിനകത്ത് വരും. അതൊരു മോശമെന്ന് പറയും. നന്മയായിട്ട് വിളിക്കുന്നത് എന്തായിരുന്നു? മോശമായിട്ട് തീരുന്നു. അതുകൊണ്ട് കൃഷി ചെയ്യുന്നതാണ്. കൃഷി നമുക്ക് അറിയാം, വാഴ കൃഷി, മറ്റുള്ള കൃഷികളും അല്ലെങ്കിൽ ഇത് നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ നടന്നതും കാര്യങ്ങളൊക്കെ അറിയാം. ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നു, അത് മോശമായാൽ അത് ചിലപ്പോൾ 6 മാസത്തിന്റെ കൃഷി ദോഷമുണ്ടാകും. പാചകമാണെങ്കിലോ ഒരു നേരത്തെയാണ്, 3 നേരത്തിൽ ഒരു നേരമാണ്. ഒരു കൃഷിക്കാരനാണെങ്കിൽ ചിലപ്പോൾ 3 മാസത്തിന്റെ ഒരു നഷ്ടമായിട്ടത് മാറാം. 3 മാസം നന്നായിട്ട് അധ്വാനിച്ചു, 6 മാസം അധ്വാനിച്ചു, ഫലമില്ലെങ്കിൽ അത് 6 മാസത്തെ ഒരു നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം, 1 വർഷത്തെ നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കുടുംബജീവിതം ഗൗരവമല്ലെങ്കിൽ, സീരിയസ് അല്ലെങ്കിൽ, അത് ചെറുതായിട്ടൊക്കെ മോശമായിട്ട് തുടങ്ങിയാൽ അത് ഒരു ദിവസത്തെ ആവാം, ഇല്ല, അത് ലൈഫില് തന്നെ ഒരു വളരെ നമ്മുടെ സന്തോഷത്തെ തന്നെ അപഹരിക്കുന്ന ഒരു തരമാണ് ഈ കുടുംബ ജീവിതത്തിന്റെ ഇത്തരത്തിലുള്ള മോശമാണ്. എന്നാൽ ദൈവം വിളിക്കുന്നത് മോശത്തിന് വേണ്ടിയല്ല, തിന്മയ്ക്ക് വേണ്ടിയല്ല, അല്ലയോ നന്മയ്ക്ക് വേണ്ടിയാണ് കുടുംബ ജീവിതത്തിലൂടെ ദൈവം നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് നന്മയ്ക്ക് വേണ്ടിയുള്ളത്. കാരണം നിങ്ങളുടെ കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചതാരാണ്? ആരാ സ്ഥാപിച്ചത്? ദൈവമാണ് സ്ഥാപിച്ചത്. നമുക്ക് വായിക്കുന്നു, എവിടെ വായിക്കുന്നു? പുസ്തകം നമുക്കറിയാം, 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇവിടെ നാം വായിക്കുന്നു, ചേർന്ന് വായിക്കാമോ? അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു.
മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല, ഞാൻ അവരുടെ കർത്താവിന് തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തിട്ടാണ് അവരെ ആൺപെണ്ണുമായി സൃഷ്ടിച്ചിട്ട് അവർക്ക് വേണ്ടതെല്ലാം നമ്മോട് കൊടുത്തിട്ട് എത്രയും നല്ലത്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ, ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന വാഗ്ദത്തത്തോടുകൂടി ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചത്, അതിനെയും ഒന്ന് ഫൗണ്ട് ചെയ്തത്, അതിനെ ഒന്ന് സ്ഥാപിച്ചതും ദൈവം ആണ്. അങ്ങനെ ഈ പ്രയാണം പോകുമ്പോൾ ദൈവ നന്മയ്ക്ക് വേണ്ടി ഇഹലോകത്തിൽ ആഗ്രഹിക്കുമ്പോൾ നന്മ മാത്രമല്ല, കുടുംബ ജീവിതത്തിൽ, ഈ പോരാട്ട ജീവിതത്തിൽ, ഗൗരവമേറിയ ജീവിതത്തിൽ എന്തുകൂടെ ഉണ്ട്? ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ തിന്മയും ഉണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന നന്മയാണ്, അതിനകത്ത് സംശയമില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുവാനും ജീവൻ സമൃദ്ധിയായി ഉണ്ടാക്കുവാനും എന്ന് അരുളി ചെയ്യുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10:10 വായിക്കുന്നത്. അതിന് മുമ്പേ കർത്താവ് തന്നെ അരുളി ചെയ്യുന്നു. എന്നാൽ വേറൊരാളുകൂടെ ഉണ്ട്. ആരാണ് ആ വ്യക്തി? യോഹന്നാന്റെ സുവിശേഷം 10:10 വാക്യത്തിൽ വായിക്കാമോ? മോഷ്ടിപ്പാനും അറുപ്പാനും കുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തെ, നന്മകളെ മോഷിക്കാനും അതിനെ ഒന്ന് അറുക്കുവാൻ, കട്ട് ചെയ്യുവാൻ, വിച്ഛേദിക്കുവാൻ, പിരിയിപ്പിക്കുവാൻ, അതോടൊപ്പം തന്നെ അറുപ്പാനും മോഷിപ്പാനും മുടിക്കുവാൻ, നശിപ്പിക്കുവാൻ, ഒന്ന് ഡിറ്റീരിയേറ്റ് ചെയ്യപ്പെടുവാൻ കൂടെ വേറൊരു ശക്തിയും ഈ ലോകത്തിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നു അടുത്ത വാക്യത്തിൽ, ഞാൻ വന്നു നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവൻ സമൃദ്ധിയായി ഉണ്ടാകുവാനും എന്ന് അറിയിച്ചു. ഞാൻ വന്നു ജീവൻ ഉണ്ടാകുവാനും ജീവൻ സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ. ഈ ലക്ഷ്യം വെച്ച് നാം പോകുമ്പോൾ ആരംഭത്തിലൊക്കെ ഭയങ്കര സന്തോഷമായി കുടുംബ ജീവിതത്തിൽ. ഇവിടെ ഏത് കപ്പിൾസും ഉണ്ട്, മുതിർന്ന അപ്പനും അമ്മച്ചിയും ഉണ്ട്, ഓരോ പ്രായത്തിനും ഓരോ അതുല്യതകളുണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവസമ്പന്നരാണ് മുതിർന്നവർക്കാണ്. ജീവിതത്തിലൂടെ വളരെ പോരാട്ടം നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളിലൂടെ മുന്നോട്ട് നയിച്ച് അതിലൂടെ പ്രാപിച്ചെടുത്ത ഒരു കരുത്ത്. ഇന്നത്തെ യങ് കപ്പിൾസിന് കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കാലഘട്ടത്തിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ കപ്പിൾസ് അവർക്ക് ഒരു എൻഗേജ്മെന്റോ പ്രൊട്ടക്റ്റോ ഒക്കെ കഴിഞ്ഞാൽ അധികം ഫോൺ ചെയ്യാനുള്ള ഒരു സമയമുണ്ട്, അല്ലേ? മൊബൈലൊക്കെ ഫ്രീ സിനിമ ഒക്കെ ആയതുകൊണ്ട്, ഫ്രീ കോളൊക്കെ ആയതുകൊണ്ട് എപ്പോഴും രാത്രിയും പകലും ഒക്കെ 24 സമയമുണ്ടെങ്കിൽ അവർക്ക് ഫോൺ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇന്റിമസിയുടെ സാധ്യതയുണ്ട്. മാരേജിന് മുമ്പായിട്ട് ഒരു 25-30 വർഷം മുമ്പേ മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചോദിക്കുകയാണ്. ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് ലാൻഡ്ലൈനിന്റെ കാലം, ഇനി അതൊന്നുമില്ലാത്ത കാലം. അപ്പോഴൊക്കെ ഈ കമ്മ്യൂണിക്കേഷന്റെ ഒരു പരിമിതി അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നേരിട്ട് കാണുന്നതിനും എപ്പോഴും അവൈലബിൾ അല്ല. ഇന്ന് അത് കുറച്ചുകൂടെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നവർക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സാധ്യത ഉള്ളതുകൊണ്ട് അവര് എപ്പോഴും അധികം സംസാരിക്കും. നല്ലത് തന്നെ, സൗദ്ദേശപരമാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആരംഭത്തിൽ ഭയങ്കരമായിട്ട് അവരിങ്ങനെ പറയും, നീ എന്റെ അതാണ് ഇതാണെന്നൊക്കെ മോഹന വാഗ്ദാനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എന്ന് പറയും. ഈ ആദാമിനും ഹവ്വയ്ക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ആദാമിനും ഹവ്വയ്ക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. തെറ്റെന്ന് പറയാം. ആദാമിനെ ഹവ്വയും ദൈവം ഇങ്ങനെ യോജിപ്പിച്ച സമയത്ത് ഒരു സർപ്രൈസ് ആയിട്ടാണ്. ആദ്യം ആദാമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഹവ്വ ഉണ്ടായിരുന്നോ? ചരിത്രം നമുക്ക് അറിയാം. അവിടെ ആദാം എല്ലാ ജീവജാലങ്ങളെയും പേർ വിളിക്കുന്നു, തനിക്ക് ഒരു പിച്ചായിട്ടുള്ള ഇണയില്ലെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദൈവം ഒരു ഗാഠനിദ്ര വരുത്തിയിട്ട് സർപ്രൈസ് ആയിട്ട് ഒരു സ്ത്രീയെ ഹവ്വയെ ആദാമിന് നിർത്തിയത്. ആ ചരിത്രം നമുക്ക് അറിയാം. അപ്പോൾ ആദാം പ്രഖ്യാപിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ. ഈ പശ്ചാത്തലത്തോട് വേണം അത് വായിക്കണം.
അതുവരെ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ലാത്ത, മൃഗങ്ങളോട് മാത്രം മല്ലിട്ടുകൊണ്ടിരുന്ന ഈ ആ കാട്ടിൽ താമസിച്ച ആദാം ഇപ്പോൾ ഒരു മാനസികമായിട്ട് ഒരു അടുപ്പമുള്ള ഒരു ലാഞ്ചന വരുന്ന ഒരു സൃഷ്ടിയെ ദൈവം നിർത്തുകയാണ്. വായിക്കാമോ? അവിടെ എന്താണ് പറയുന്നത്? അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാകുന്നു. ഇവിടെ നടുത്തിരിക്കുക, ഇവർക്ക് നാടി എന്ന പേര് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അത് പറയുകയാണ്, അവയെ കണ്ടതാണ്, ഇതെന്റെ ആരാണ്? എന്റെ അസ്ഥിയാണ്. എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാകുന്നു എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ ഇത് എന്റെ അസ്ഥി, ഇതെന്റെ മാംസം. അത് അവയുടെ മാംസമല്ല, അവയുടെ ശരീരമല്ല, അവയുടെ അസ്ഥിയല്ല. പിന്നെയോ അവ ആരാണ്? ഞാനാണ്, ഞാൻ അവയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്, ഇന്റിമസിയുടെ ഒരു പ്രഖ്യാപനമാണ് നടക്കുന്നത്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്, ഇന്റിമസി. അതാണ് ദൈവം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ക്രമേണ കുടുംബജീവിതത്തിൽ അർപ്പാനും മോഷ്ടിക്കാനും മുറിക്കാനും വരുന്ന പൈശാചികൻ ചില അഡ്ജസ്റ്റ്മെന്റ് ക്രൈസിസുകൾ കൊണ്ടുവരും. എന്താണ് വരുന്നത്? അഡ്ജസ്റ്റ്മെന്റ് ക്രൈസിസുകൾ. നന്മയെ ലക്ഷ്യം വെച്ച് പോകുമ്പോൾ അനേകം പ്രതികൂലങ്ങൾ കുടുംബജീവിതത്തിൽ കടന്നു വന്നു വരാം. അത് സ്വാഭാവികമാണ്. കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടോ? കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ദൈവം അത് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പാവം പറഞ്ഞ ലോകത്തിന്റെ ജഡത്തിന്റെ വിഷാദിന്റെ പോരാട്ടം നടത്താൻ ഈ ലോകത്തിൽ നമുക്ക് അനേക പ്രതികൂലങ്ങളും ഉണ്ട്, കുടുംബജീവിതത്തിലുണ്ട് എന്നുള്ളത് സൂചനയും നൽകുകയാണ്. അതിനെ അതിജീവിക്കുവാൻ വേണ്ടി ദൈവം നമുക്കുള്ള എല്ലാ വിഭാഗങ്ങളെയും നൽകുന്നു. അങ്ങനെ നേരത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അസ്ഥിയാണ്, എന്റെ മാംസമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ചില പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ആദാം മാറ്റി എഴുതുകയാണ്. ആദാമിന്റെ തന്നെ എല്ലാ ഈ പ്രോമിസുകളും, ഇതെന്റെ ചങ്കാണ്, എന്റെ കരളാണ്, എന്റെ അതാണ് ഇതാണെന്ന് പറയുന്ന ആദാം ഇപ്പൊ പറയുന്നു ദൈവത്തെയും എല്ലാവരും കുറ്റം ആരോപിക്കുന്ന വ്യക്തിത്വമായിട്ട് മാറപ്പെടുന്നു. 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കാമോ? ഈ കുടുംബ ഞാൻ നാം ആരാധിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യത്തിലൂടെ 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അതിന് മനുഷ്യൻ എന്നോട് ഇരിക്കുവാൻ നീ തന്നിട്ടുള്ള സ്ത്രീ ദുഷ്ടഫലം തന്നോ, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. 2 സ്റ്റേറ്റ്മെന്റാണ്. ആദ്യം എന്ന് പറഞ്ഞു കുടുംബജീവിതത്തിന്റെ ആരംഭത്തിൽ ഭാര്യയോട് ഭർത്താവ് പറയുന്നത്, ഭർത്താവിനോട് ഭാര്യ പറയുന്നതാണ് എന്റെ അസ്ഥിയാണ്, മാംസത്തിന്റെ മാംസമാണ് എന്നുള്ള നമ്മുടെ തമിഴ്നാട്ടില് കണ്ണദാസൻ എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം നിരവധി സിനിമാ ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അവസാനം മരണാസനത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു എഴുത്താണ് എഴുതിയത്. അത് യേശു കാവ്യം, യേശുവിന്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം അതിന്റെ ജന്മം ആരംഭിച്ച അവസാനം വരെ എഴുതിയിട്ടാണ്. അത് ഇന്നും തമിഴ് ക്രിസ്തീയ സാഹിത്യത്തിൽ വളരെ അതുല്യമായിരിക്കുന്നത് ഈ കണ്ണദാസൻ എന്ന് പറഞ്ഞ കവിയുടെ ഒരു എഴുത്താണ്. ഇന്നും അത് സ്കൂളിൽ വരെ കോളേജ് വരെ പൈതങ്ങൾ പഠിക്കുന്ന, വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒന്നായിട്ട് ഈ യേശു കാവ്യം മാറിയിട്ടുണ്ട്. യേശു കാവ്യം എഴുതുന്നത് അദ്ദേഹം നിരവധി എഴുതിയിട്ടുണ്ട്. അത് നിരവധി തമിഴ് ഗാനങ്ങൾ. എന്താണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഞാൻ പാതി നീ പാതി എന്ന് പറയുന്ന ഒരു തരം. ഇതൊക്കെ എവിടെ നിന്ന് ആദ്യം ഉണ്ടാകുന്നത്? ഈ കവികൾ എഴുതുന്നതിന് മുമ്പേ ആരാ